ഭക്ഷണം കഴിച്ച് ഇറങ്ങാനിരിക്കുകയായിരുന്നു ജിയും വീട്ടുകാരും. എന്നാൽ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങിയാലോ? ജയ്യുടെ അമ്മ ചോദിച്ചു. ആ, അതിന് നീ എങ്ങോട്ടാ? വലിയേട്ടനായിരുന്നു മറുചോദ്യം ചോദിച്ചത്. "ആ, ഞാനോ?" ജയ് ചോദിച്ചു. അതെ, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ, പിന്നെ നീ പോകേണ്ട ആവശ്യം എന്താ? അമ്മയും അച്ഛനെയും ഡ്രൈവർ കൊണ്ടുവിടും, നീ പോകേണ്ട ആവശ്യമില്ലല്ലോ അതിന്. വലിയേട്ടൻ്റെ ചോദ്യത്തിന് മുന്നിൽ ജയ് ഒന്നും മൗനം പാലിച്ചു. അപ്പോഴേക്കും ജയ്യുടെ അമ്മയായിരുന്നു മറുപടി പറഞ്ഞത്. അത് ശരിയാ, ഞാനത് ഓർത്തില്ല. ഇന്നിവരുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണല്ലോ. പിരിയാൻ അല്പം വിഷമവും ഉണ്ടാവും. എന്തായാലും മോനിവിടെ നിൽക്ക്, ഞങ്ങൾ പൊയ്ക്കോളാം. അയ്യോ, അത് വേണ്ട. ഇതിപ്പോൾ ഉച്ചയായതല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് രാത്രി വന്നാൽ പോരെ? അല്ല, നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ ദിവസമായതുകൊണ്ട് ഒന്ന് സംസാരിച്ചിരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് സംസാരിക്കുകയാണല്ലോ എപ്പോഴും. അതിനുകൊണ്ട് ഇനിയൊരു സമയം ആവശ്യമില്ലല്ലോ. എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ ഇപ്പോൾ ഇറങ്ങാണ്, ജയ് ഒന്ന് പറഞ്ഞൊപ്പിച്ചു. ഇവന് ചെറിയൊരു നാണമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ആദ്യ വിവാഹത്തിൻ്റെ ഒരു ടെൻഷനും ഒക്കെ കാണുമല്ലോ. ജയ്ക്ക് സപ്പോർട്ടുമായി ജയ്യുടെ അമ്മ എത്തി. അപ്പോൾ പിന്നെ നിങ്ങൾ ഇറങ്ങാണോ? അതെ, ഞാനെന്തായാലും ഇവരെ കൊണ്ടുവിട്ടിട്ട്. അതെ, എന്നങ്ങനെ ആവട്ടെ മോനെ. എന്തായാലും ഒരുപാട് വൈകിക്കാതെ വരണേ. രാത്രിയിൽ അത്താഴം ഇവിടുന്ന് കഴിക്കാം. ജയ് ഒന്നും മൂളി. മറുത്തൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ജയ് തൻ്റെ പപ്പയെയും അമ്മയെയും കൊണ്ട് യാത്ര തിരിച്ചു. കാറിലുടനീളം ജയ്യുടെ അമ്മയ്ക്ക് ഒരുപാട് വർണ്ണനകളായിരുന്നു. എന്നാലും എൻ്റെ മോനെ, എനിക്കിപ്പോഴൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ പെൺകൊച്ച് നിന്നെ എന്ത് കണ്ടിട്ടാടാ ഇഷ്ടപ്പെട്ടത്? എൻ്റെ പൊന്നു ഒന്നും മിണ്ടാതിരിക്കാവോ? മറ്റുള്ളവരോട് തീ ചവിട്ടി നിൽക്കുമ്പോഴോ? തീ ചവിട്ടി നിൽക്കുമോ? നിൻ്റെ കല്യാണം കഴിഞ്ഞല്ലടാ ഇന്ന്. മമ്മ, നമുക്ക് വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം, ജയ് ഡ്രൈവിങ്ങിനിടയിൽ മമ്മയോടായി പറഞ്ഞു. ജയ്യുടെ ഉള്ളിൽ മുഴുവനും ഇന്നത്തെ ആദ്യ രാത്രിയായിരുന്നു. അതെങ്ങനെ ഒഴിവാക്കുമെന്നുള്ള ചിന്തയായിരുന്നു. അല്ല, നിങ്ങൾക്ക് എന്താ തോന്നിയേ? നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അല്ല, നീയാണല്ലോ പറയേണ്ടത്, നീയാണല്ലോ ഇതിനെ എതിർത്തത്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാലും എന്തൊരു കൊച്ചാലേ, എന്തൊരു ഭംഗിയാ. 40 വയസ്സാണെന്ന് കണ്ടാ പറയില്ല അല്ലേ? പറയില്ല. പപ്പയൊന്നും മൂളുക മാത്രം ചെയ്തു. എന്നാലും അത്രയും വലിയൊരു കുടുംബം അല്ലേ? എന്തൊരു വലിയ വീടാ. എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആ വീട്ടിലെ കൊച്ച് എൻ്റെ മരുമകളായെന്ന്. അല്ലേ? ചിലതൊക്കെ ദൈവനിശ്ചയായിരിക്കും. എൻ്റെ മോൻ്റെ മനസ്സിൻ്റെ ഭംഗിയുണ്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ കഷ്ടപ്പാടിന് ദൈവം കൊടുത്തതായിരിക്കും. അല്ലേ മോനെ? പപ്പ ജിയോടായിട്ട് ചോദിച്ചു. ദൈവം തന്നതാണോ സാത്താൻ തന്നതാണോ കുറച്ച് കഴിഞ്ഞാൽ അറിയാം, ജയ് മനസ്സിൽ പറഞ്ഞു. നീ എന്താടാ ഒന്നും മിണ്ടാതെ? എൻ്റെ പൊന്നു പപ്പ, ഞാൻ ഡ്രൈവ് ചെയ്യല്ലേ, നിങ്ങൾ ഈ സംസാരം കേട്ടിട്ട് എനിക്ക് പറ്റത്തില്ല. എന്തായാലും ഭാഗ്യമുണ്ട്, അത്രേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നല്ലാണ്ട് ഇതിനെ ഭാഗ്യം എന്നല്ലാതെ പിന്നെന്താ പറയുക? അത്രയും വലിയൊരു വീട് ഞാൻ ആദ്യമായിട്ട് കാണാം. ഈ വീട്ടിലെ കൊച്ച് എൻ്റെ മരുമകളാണെന്ന് പറയുന്നത് തന്നെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിവാഹങ്ങൾ പരസ്യമായിരുന്നെങ്കിലോ, എവിടെ ഇരിക്കരുത് ഞാൻ. ഇനി നിനക്കിത് പറഞ്ഞാലേ സമാധാനം കിട്ടുമല്ലോ അല്ലേ? എത്ര നാളിങ്ങനെ മൂടി വെക്കേണ്ടി വരുവാടാ?
ഈ മമ്മ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു മമ്മ കുറച്ച് വർഷം മൂടി വെക്കേണ്ടി വരും. എന്നാലും അഹങ്കാരത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. അതിങ്ങനെ മൂടി വെക്കുക എന്നൊക്കെ വിചാരിച്ചാൽ നടക്കുമോ? ഓ, നടക്കില്ല. ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം വെച്ച് നടക്കില്ല. രഹസ്യമായി സൂക്ഷിക്കാനുള്ള കഴിവ് പെണ്ണിനില്ലല്ലാണ്. അപ്പോൾ പിന്നെ നിനക്ക് നടക്കും തോന്നുന്നില്ല. അതാണ് എൻ്റെ പെൺമക്കളോട് പോലും പറയാതെ എങ്ങനെയാണ് ഞാൻ ഇതിങ്ങനെ രഹസ്യമായിട്ട് സൂക്ഷിക്കാം. പക്ഷെ നീ ഇത് രഹസ്യമായിട്ട് സൂക്ഷിച്ചേ പറ്റുള്ളൂ. മോൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം അതാണ് നീ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നീ ഇത് രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. ഇത്രയും പെട്ടെന്ന് വർഷങ്ങളങ്ങ് കടന്നു പോയാൽ മതിയായിരുന്നു അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാലോ, ഒരു കോടീശ്വരിയാണ് നമ്മുടെ മരുമക്കളെന്ന് അല്ലേ? അതെ അതെ. പെണ്ണിൻ്റെ സൗന്ദര്യവും അവളുടെ വീടും കൂടി കണ്ടപ്പോൾ നിൻ്റെ അമ്മ ഫ്ലാറ്റ്. ഇത്രേ ഉള്ളൂ പെണ്ണ്, എന്താ ചെയ്യുക? പാപ്പ മറുപടി എന്ന പോലെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ വീട്ടിലെത്തി. ജയ്യുടെ ഉള്ളിൽ ഇന്നത്തെ രാത്രി എങ്ങനെ ഒഴിവാക്കുമെന്നുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയ ഉടൻ ജയ് മീനുവിനെ വിളിച്ചു. എന്തായി? എന്തെങ്കിലും വല്ല ഐഡിയ കിട്ടിയോ നിനക്ക്? ഇല്ലടാ, എനിക്കൊരു ഐഡിയ ഇല്ല. എന്ത് ചെയ്യണമെന്നൊരെത്തും പിടിയുമില്ല. ഓ, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഞാനിനി ആ വീട്ടിലേക്ക് വരുന്ന കരുതണ്ട കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം. എടാ, എനിക്കതറിയാം. പക്ഷെ എന്ത് പറയണമെന്നാ ഒരെത്തും പിടിയും കിട്ടാത്തത്. എന്ത് വേണമെങ്കിലും പറഞ്ഞൊന്ന് ഒഴിവാക്ക്. എനിക്ക് പറ്റത്തില്ല. ഞാനിനി ഡിവോഴ്സ് എന്ന് നീ എപ്പോഴാണോ പറയുന്നത് അന്ന് വന്നോളാം. എന്നെ കൊണ്ട് പറ്റില്ല. അതിനു മുമ്പ് ഞാൻ വരില്ല. ഇത്രയൊന്നും ആലോചിച്ചില്ലല്ലോടാ. ഇങ്ങനെയൊക്കെ വരുന്ന ആര് കണ്ടു? എടി, നീ ഇതൊക്കെ ആലോചിക്കണ്ടേ? എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കിത് ഒഴിവാക്കാനും പറ്റത്തില്ല. നീ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്ക്. ഏട്ടന്മാരുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്ക്. എന്ത് പറയും? അവരുടെ മുന്നിൽ നമ്മൾ വിവാഹം കഴിഞ്ഞവരല്ലേ. വിവാഹം കഴിഞ്ഞാൽ ഈ ആദ്യ രാത്രി ഉണ്ടെന്ന് എൻ്റെ തലയിൽ എന്തുകൊണ്ടാണ് കയറാതെന്നാ ഞാൻ ഇപ്പം ആലോചിക്കുന്നത്. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. എടാ, ഞാൻ നിന്നോട് ചോദിച്ചതല്ല. എൻ്റെ തലയിൽ ഇത് കയറാത്ത എന്താണെന്ന് ഞാൻ സ്വയം പറഞ്ഞതാ. എന്ത് ഒന്നും ആവട്ടെ, എങ്ങനെയെങ്കിലും നീ അതൊന്ന് ഒഴിവാക്കാനുള്ള വഴി കണ്ടുപിടിക്ക്. ഞാൻ എന്തായാലും നിൻ്റെ വീട്ടിലേക്കില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം. എടാ, ഒരു ഇടാവില്ല. എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കണം. എന്നെ വിളിക്കണ്ട വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഞാൻ വരാനും പോകുന്നില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? നമ്മൾ തമ്മിലുള്ള കരാറിൽ അങ്ങനെയൊരു കാര്യമില്ല. നീ എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ സമ്മതിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പാലിക്കേണ്ട ആവശ്യമില്ല. എടാ, ആ സമയത്ത് ഞാൻ ഇങ്ങനൊരു കാര്യം ഓർത്തില്ലല്ലോ. എന്തായാലും ഓർത്താലും ഓർത്തില്ലേലും നടക്കാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ ഒഴിവാക്കാമെന്ന് മാത്രം എൻ്റെ മോള് ചിന്തിക്കുക. അല്ലാതെ എന്നെ അവിടെ എത്തിക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട. മനസ്സിലായോ നിനക്ക്? ജയ് മീനുവിനോടായി ചോദിച്ചു. എടാ, നിന്നെ ഇവിടെ എത്തിക്കാൻ ഞാൻ ചിന്തിക്കുമോ? എനിക്കിത് ആവശ്യമുള്ള കാര്യമാണോ? അല്ലല്ലോ, പിന്നെന്താ? ഞാനിത് ഒഴിവാക്കാൻ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ എന്ത് പറഞ്ഞ് ഒഴിവാക്കും? എന്താണോ എനിക്കൊരു ഉത്തരം കിട്ടാതെ നിൽക്കുന്നത്? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്? എനിക്ക് വല്ല ആക്സിഡൻ്റ് ആയെന്ന് മറ്റേ നീ പറയും, അതാ ഏറ്റവും നല്ലത്. അപ്പം പിന്നെ വരണ്ടല്ലോ. ഓഹ്, എന്തോ നാടാ ആക്സിഡൻ്റ് ആയ നിന്നെ നോക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേ? പിന്നെ ഞാൻ എന്ത് പറയാനാ? എന്തെങ്കിലും ഒഴിവാക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കേ. എന്തായാലും രാത്രി വരെ സമയമുണ്ടല്ലോ, ഇരുന്ന് ആലോചിക്കട്ടെ. കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ ഇതിരുന്ന് ആലോചിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരില്ല. അത്രയും ബുദ്ധി ഉദിച്ച നിൻ്റെ തലയിൽ ഇത് ഒഴിവാക്കാനുള്ള ബുദ്ധി ഉണ്ടാവും. അതുകൊണ്ട് ആലോചിച്ച് എത്രയും പെട്ടെന്ന് തീരുമാനമാക്കുക. ഓക്കെ? ഞാൻ എന്തായാലും ആ ഭാഗത്തേക്ക് വരില്ല, അത് ഉറപ്പാണ്. അതിലൊരു സംശയവുമില്ല. നീയുമൊത്തൊരു ആദ്യ രാത്രി എനിക്കുണ്ടാവത്തില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി. അത് എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളത് നിൻ്റെ ഇതാണ്. എനിക്കൊരു പ്രശ്നമേ അല്ല.